എമിറേറ്റ്സ് ഫസ്റ്റ് എന്താണ് ഈ എമിറേറ്റ്സ് ഫസ്റ്റ്? എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE-യിലുള്ള ആൾക്കാർക്ക് ട്രേഡ് ലൈസൻസ്, അതായത് നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും. താങ്കൾ അറിയപ്പെടുന്നത് ഫ്രീ സോൺ മാൻ എന്നാണ്. അതെ അതെ. എന്താണ് ഇതിന്റെ പിന്നിൽ? അതായത് ഞങ്ങളെ കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി. 25,000 ഓൺടർപ്രണേഴ്സിനെ സൃഷ്ടിച്ച കമ്പനിയാണ്. വാവ്, എക്സലന്റ്. 25,000 സംരംഭകരെ സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത്രയും ട്രേഡ് ലൈസൻസ് താങ്കൾ എടുത്തു കൊടുത്ത. ഞാൻ അത് പറഞ്ഞു വരുന്നത് 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങാം. ലൈസൻസ്, ബാങ്ക് അക്കൗണ്ട്, ഓഫീസ് വേണ്ടപ്പം. അതായത് UAE-യുടെ ഇപ്പോഴത്തെ പുതിയ നിയമം പ്രകാരം ഒരു വെർച്വൽ ഓഫീസ് മതി. നമുക്ക് അഡ്രസ് ഉണ്ടാവും, അതിനുള്ള ഡോക്യുമെന്റേഷനും ഉണ്ടാവും. UAE-ൽ നമുക്ക് 5 ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഓഫീസ് ഉണ്ട്. UAE-യുടെ പുറമെ നമുക്ക് ലണ്ടനിൽ ഓഫീസ് ഉണ്ട്. വെരി ഗുഡ്. നിങ്ങൾക്ക് നല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേൾഡിൽ എവിടെ പോയി തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ എന്തിലാണോ സ്മാർട്ടായിട്ടുള്ളത് അതിലായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പല ഷെയ്ഖ്മാരെ വീട്ടിലേക്ക് ഈ പല ബിസിനസ്സുകാരുടെ ഓൺടർപ്രണേഴ്സിനെ വിളിച്ച് ഡിന്നേഴ്സ് കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പേഴ്സണലി അറിഞ്ഞ് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം UAE-യിലുണ്ട്. സോ അതൊക്കെ തന്നെ ആൾക്കാരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ജൈടെക്സ് എന്ന് പറഞ്ഞുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൈടെക്സിൽ പുതിയ ടെക്നോളജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് 7 മിനിറ്റിൽ ലൈസൻസ് കൊടുക്കാനുണ്ട്. 7 മിനിറ്റ്. പല ആൾക്കാരുടെ ബുദ്ധിമുട്ടാണ് UAE-യിൽ വന്ന് താമസിച്ച് ട്രേഡ് ലൈസൻസ് എടുത്ത് പിന്നെയും തിരിച്ചു വരിക. പിന്നെയും ഇത് UAE നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. കൊച്ചിയിൽ വന്നാൽ മതി. അതെ. നിരവധി സംരംഭമോഹികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ വിദേശത്ത് പോയി ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവർ, വലിയ വിഷനുള്ളവരായിരിക്കാം. പ്രത്യേകിച്ച് UAE-യിൽ ഒരു വ്യക്തി നമ്മുടെ നാട് വിട്ട് വിദേശത്ത് ചെല്ലുന്നു, ദുബായിൽ ചെല്ലുന്നു, അവിടെ തൊഴിൽ ചെയ്യുന്നു, പിന്നീട് നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 25,000 ബിസിനസ് തുടങ്ങി UAE-യുടെ ചരിത്രത്തിൽ നമ്പർ 1 എന്ന് നമുക്ക് പറയാവുന്ന ഒരു സംരംഭകനുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഫ്രീ സോൺ മാൻ എന്നാണ്. ജമാദ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. സ്പാർക്കുള്ള ഈ കഥ പറയാൻ എന്നോടൊപ്പം ഹോട്ട് സീറ്റിലുണ്ട്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ജമാദ് ഭായ്, സ്പാർക്കിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്കൾ ദുബായിൽ നിന്ന് വന്നേ ഉള്ളൂ. ഈ ഷൂട്ടിലേക്ക് കൊച്ചിയിലേക്ക് വരാൻ ഞാൻ ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം വന്നു. വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ നാട് എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ് ജനിച്ചത്, കോഴിക്കോടാണ് വളർന്നത്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. കോളേജിന്റെ പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി ക്രിസ്ത്യൻ കോളേജിൽ തന്നെ പഠിച്ചത്. ഡിഗ്രി ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തത്. കൊമേഴ്സ് ആയിരുന്നു? അതെ, കൊമേഴ്സ് ആണ്. ആദ്യം തൊഴിലാണോ ചെയ്തത്? തീർച്ചയായിട്ടും ആദ്യം തൊഴിൽ തന്നെയാണ്. എല്ലാവരെയും പോലെ ജോലി എന്താ? ആദ്യത്തെ ജോലി ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ഞാൻ. വലിയ ജ്വല്ലറി ആയിരുന്നോ ചെറിയ ജ്വല്ലറി? ഒരു വളരെ ചെറിയ ജ്വല്ലറി, കോഴിക്കോട് പാളയത്തിലുള്ള ചെറിയൊരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറി ഇപ്പോൾ ഇല്ല. 2,500 റുപ്പീസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ റെമ്യൂണറേഷൻ. 2,500 രൂപ ശമ്പളത്തിലാണ്. അതെ. ആ ജോലി എങ്ങനെ കിട്ടി? ആ ജോലി കിട്ടിയത് വലിയ കഥയാണ്. എൻ്റെ ഉമ്മ അവിടുത്തെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ ത്രൂ ആണ് എനിക്ക് ആ ജോലി കിട്ടുന്നത്. അത് ശരി. അവിടെ എത്ര നാളുണ്ടായിരുന്നു? അവിടെ ഏകദേശം ഒരു 1.5 വർഷം ഞാൻ അവിടെ സെയിൽസിലുണ്ടായിരുന്നു. സെയിൽസിൽ നിന്നും ഈ ജ്വല്ലറിയുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മലബാർ ഗോൾഡിലേക്ക്. അതെങ്ങനെ എത്തിപ്പെട്ടു അവിടെ? അതും ഒരു വലിയൊരു സ്റ്റോറിയാണ്. മലബാർ ഗോൾഡിൽ ഷംലാൽ എൻ്റെ കോളേജ് സീനിയർ ആയിരുന്നു. ക്രിസ്ത്യൻ കോളേജിൽ ഷംലാൽ പറഞ്ഞ മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ്റെ മകൻ, ഇന്റർനാഷണൽ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ. ഷംലാൽ പറഞ്ഞിട്ടാണ് ഞാൻ മലബാർ ഗോൾഡിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടെ നല്ല വളർച്ച ഉണ്ടായോ? തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, നല്ല കണക്ഷൻസ് കിട്ടി, കുറേ ട്രെയിനിങ്സ് കിട്ടി. ഇപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ മലബാർ ഗോൾഡിന്റെ ഒരു എന്താ പറയാ ഒരു ഗിഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് കിട്ടിയ എവിടെയൊക്കെയാണ് ജോലി ചെയ്തത്? മലബാറിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ മലബാർ ഗോൾഡ് കോഴിക്കോടായിരുന്നു. 2ാമത്തെ ദിവസം തന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി തിരൂരിലേക്ക്. തിരൂരിൽ 1.5 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിൽ സത്യത്തിൽ എനിക്ക് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ബാംഗ്ലൂർ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പഠിക്കാമെന്നുള്ള, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷൊക്കെ എൻ്റെ ഫ്ലുവൻ്റ് ആയി. അവിടെ ഞാൻ ഹൈദരാബാദിലേക്ക് മൂവ് ചെയ്തു ആസ് എ സെയിൽസ് മാനേജറായിട്ട്. മലബാർ ഗോൾഡിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വർഷം 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു സെയിൽസ് മാനേജർ ആവുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കും
വെരി ഗുഡ്. അതെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൊമോഷൻസ് ഒക്കെ കിട്ടി. അപ്പൊ ഹൈദരാബാദ് അവിടെ ഇംഗ്ലീഷ് മാത്രം പോരാ, അവിടെ ഹിന്ദിയും കൂടി അവിടെ പഠിക്കും. അതെ ഹിന്ദി കൂടെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി പഠിച്ചോ? ഡെഫിനറ്റ് ആയിട്ട് പിന്നെ ഹിന്ദി പഠിക്കാണ്ട് നമുക്ക് ദുബായിൽ നിൽക്കാൻ പറ്റില്ല. അല്ല, ഹൈദരാബാദ് എന്നിട്ട് പഠിച്ചു വന്നതാ. അതെ പഠിച്ചത് ഹൈദരാബാദിൽ പഠിച്ചു. നിന്ന് തന്നെയാണ് തന്നെ ഹിന്ദി, ഒരു ഉറുദു ടച്ചുള്ള ഹിന്ദിയാണ് അവിടെ. അങ്ങനെ എത്ര വർഷം പോയി അവിടെ? മലബാർ ഗോൾഡിൽ ടോട്ടലായിട്ട് ഞാൻ ഏകദേശം ഒരു 5.5 വർഷം ഉണ്ടായിരുന്നു. 5.5 വർഷം. അതാണ് താങ്കളുടെ അടിത്തറ എന്ന് പറയുന്നത്. അതെ എൻ്റെ ബേസ്. 5.5 വർഷം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു കമ്പനിയിൽ ദുബായിൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഞാൻ സത്യത്തിൽ അവൻ്റെ കല്യാണത്തിന് പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് തന്നെ ഒരു കാർ സീറ്റ് കവർ മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു. കാർ സീറ്റ് മാനുഫാക്ചറിംഗ്. അതെ കാർ സീറ്റ് കവേഴ്സ്, കവേഴ്സ്, കാറിൻ്റെ ആക്സസറീസ് ഇല്ലേ അതിൻ്റെ സീറ്റ് കവേഴ്സിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി ആയിരുന്നു. സെയിൽസ് ആയിരുന്നു. വെൽഫിറ്റ് എന്നാണ് ആ കമ്പനിയുടെ പേര്. വെരി വെൽ നോൺ കമ്പനി ഇൻ GCC. അപ്പോൾ അവർ സീറ്റ് കവേഴ്സിൻ്റെ മാനുഫാക്ചറിങ് ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർസിൻ്റെ സീറ്റ് കവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സെയിൽസ് ആണോ താങ്കൾ ചെയ്തത്? സെയിൽസ് ആണ്. സെയിൽസ് ആണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. ഡെവലപ്പ് ചെയ്യുക, പുതിയ ഏരിയാസ് ഡെവലപ്പ് ചെയ്യുക, പുതിയ രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ സ്വർണവും സീറ്റ് കവറും എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡാണ്. അതിലും നന്നായി ചെയ്തോ? യു എയിൽ ഞാൻ ഏകദേശം വെൽഫെറ്റിൻ്റെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നു. 4ാമത്തെ വർഷമാണ് ഞാൻ കൊച്ചി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അതായത് ഇന്ത്യയിൽ കാർ ആക്സസറീസിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തി ചെയർമാന് പ്രസൻറ്റ് ചെയ്തു. അപ്പം ചെയർമാൻ ഇന്ത്യൻ ഓപ്പറേഷൻ, അതിന് മുമ്പ് തന്നെ അവർക്ക് ഇവിടെ ഒരു എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടറി ഉണ്ട് സെപ്സിൻ്റെ ഉള്ളിൽ കൊച്ചിയിൽ. പക്ഷേ ഇന്ത്യൻ ഓപ്പറേഷൻ ഇല്ലായിരുന്നു. ഇന്ത്യൻ ഓപ്പറേഷൻ ഞാനാണ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് തുടങ്ങുന്നത്. നമ്മൾ ഏകദേശം ഒരു 15 ഫ്രാഞ്ചൈസിയും 20 ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഫ്രാഞ്ചൈസി സിസ്റ്റം കൊണ്ടുവന്നു, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് പിന്നീട് എന്ത് വെൽഫെറ്റ്. സംഭവിച്ചു അവിടെ? അവിടുന്ന് എനിക്ക് വെൽഫിറ്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അറബ്സിനെ പരിചയപ്പെടാനില്ല. എന്ന് വെച്ചാൽ അറബ്സൊക്കെ ഭയങ്കര കാർ ക്രേസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ കാർ ചേഞ്ച് ചെയ്യാനും സീറ്റ് കവേഴ്സ് ചേഞ്ച് ചെയ്യാനും ആക്സസറീസ് ചേഞ്ച് ചെയ്യാനൊക്കെ വരും കമ്പനിയിൽ. അപ്പം എനിക്കറിയാം ഇവർ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഐഡിയ ഉണ്ടാവും കാറിൽ എപ്പോഴും. അപ്പം നല്ല ഡെസിഗ്നേഷനൊക്കെ ആണെങ്കിൽ ഞാൻ പോയി പരിചയപ്പെടും, സംസാരിക്കും. അങ്ങനെ ഒരുപാട് അറബ്സിനെ എനിക്ക് കണക്ട് ചെയ്യാനുള്ള. അതിലൊരു അറബ് ഒരു ലോക്കൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള എമിറേറ്റ്സ് ഫസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. എമിറേറ്റ്സ് ഫസ്റ്റ് എന്താണ് ഈ എമിറേറ്റ്സ് ഫസ്റ്റ്? എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE ആൾക്കാർക്ക് ട്രേഡ് ലൈസൻസ്, അതായത് നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും, ട്രേഡ് ലൈസൻസ് എടുത്തു കൊടുക്കുക, വിസ എടുത്തു കൊടുക്കുക, എന്തെങ്കിലും അപ്രൂവൽസ് വേണമെങ്കിൽ അപ്രൂവൽസ് എടുത്തു കൊടുക്കുക, മെയിൻലാൻഡ് ലൈസൻസ് ഉണ്ട്, ഫ്രീ സോൺ ലൈസൻസ് ഉണ്ട്, ആ ഫ്രീ സോൺ ലൈസൻസ് വേണമെങ്കിൽ ഫ്രീ സോൺ ലൈസൻസ്, ഇതൊക്കെ ഇത് ഏറ്റവും തുടങ്ങുന്നത്- ഈസി ആയിട്ട് ചെയ്തു കൊടുക്കുക. തുടങ്ങുന്നത് ആ അറബി പറഞ്ഞിട്ടാണ്. അതെ. ഈ പേര് ആര് സജസ്റ്റ് ചെയ്തതാണ്? ഇതേമാതിരി തന്നെ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ലോക്കൽ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ലോക്കൽ, ഞാൻ പോയത് ഫസ്റ്റ് ഗൾഫ് ബിസിനസ് സർവീസിന് എടുക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഗൾഫ് എന്ന് പറയുമ്പോൾ വൈ യു നീഡ് ഗൾഫ്, ഫസ്റ്റ് ഗൾഫ് കട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് മുമ്പിൽ എമിറേറ്റ്സ് ഇട്ട് തന്നിട്ട് എമിറേറ്റ്സ് ഫസ്റ്റ് എന്നാക്കിക്കോന്ന് പറഞ്ഞു. ആൾ തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്ത പേരാണ് എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റായി. എവിടെയാണ് ഇത് തുടങ്ങിയത്? ഞാൻ കിസൈസിലാണ് തുടങ്ങിയത്. ഇതിന്റെ മൂലധനം എത്രയായിരുന്നു? കിസൈസിൽ നമ്മൾ 3 പേരെ വെച്ചിട്ട്, നമ്മളെ 3 സ്റ്റാഫുകളെ വെച്ചിട്ട് വെറും 75,000 ദിറംസ് ക്യാപിറ്റലാണ് 2016 ലാസ്റ്റ് നമ്മൾ തുടങ്ങുന്നത്. താങ്കളാണ് അത് തുടങ്ങുന്നത്? അതെ ഞാനാണ്. ഈ 75,000 ദിറംസ് കൊണ്ടിരുന്നത് താങ്കളാണ്? അതെ 75,000 ദിറംസ് എൻ്റെ ഉപ്പ, എൻ്റെ സിസ്റ്റേഴ്സ് ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മൂലധനം കണ്ടെത്തുന്നത്. തുടക്കം 3 എംപ്ലോയീസും ഉണ്ട്. അതെ 3 എംപ്ലോയീസ്. നന്നായി അത് പിക്കായോ? വളരെയധികം എന്താ പറയുക, ദൈവകൃപ എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് വളരെയധികം തുടക്കം സക്സസ്. വിസ സർവീസ് മാത്രമായിരുന്നു. അതെ ഇത് UAE ആൾക്കാർക്കൊക്കെ അറിയുമ്പോൾ ഒരു ടൈപ്പിംഗ് സെന്റർ ആയിരുന്നു നമ്മളത്. ടൈപ്പിംഗ് സെന്റർ പണ്ടത്തെ കാലത്ത് വിസ വിസ എടുത്ത്, അതായത് ഒരു തൊപ്പിയിട്ട് ഒരു ആൾക്കാർ അറബ്സ് ഇരുന്ന് അല്ലെങ്കിൽ ഒരു അറബി അറിയുന്ന ആൾക്കാർ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ടൈപ്പിംഗ് സെന്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളാണ് അതിനെ ഒരു വേറൊരു ബിസിനസ് സെറ്റപ്പ് കമ്പനി അല്ലെങ്കിൽ ബിസിനസ് സർവീസ് കമ്പനി, അതിനൊരു ലോഗോ കൊടുത്ത്, കളർ സ്കീം കൊടുത്തു, ഒരു ഇന്റർനാഷണൽ ഫോർമാറ്റ് കൊടുത്തു, ബിസിനസ് സെറ്റപ്പ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ അതിനെ എസ്കലേറ്റ് ചെയ്ത് ഒരു വേർഷൻ ആക്കി കൊണ്ടുവന്നത് ഞങ്ങളാണ് ആദ്യമായി. വിസയ്ക്ക് ഒരു ബഹുമാനം കൊണ്ടുപോകുന്നു പറയുന്നത്. ഓക്കെ. പക്ഷെ അതിൽ ഒതുങ്ങിയില്ല. അപ്പൊ താങ്കൾ അവിടെ അതിനോടൊപ്പം തന്നെ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാനും സഹായിച്ചോളെ? അതെ നമ്മളൊരു വിസ സർവീസസ് അല്ലെങ്കിൽ ഒരു അറബിക് ടൈപ്പിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം ഇതിലേക്ക് ഇറങ്ങി ഡീപ്പായിട്ട് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ
ഈ ട്രേഡ് ലൈസൻസ് സർവീസസ് അതിൻ്റെ കൂടെ ഫ്രീ സോണും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് സത്യത്തിൽ നമ്മൾ 3 പേര് വെച്ച് തുടങ്ങിയത് ഏകദേശം 156 പേരടങ്ങുന്ന കമ്പനിയാണ്. എക്സലന്റ്. 156 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനായി താങ്കൾ അതെ വളർന്നു. എമിറേറ്റ്സ് ഫസ്റ്റ് അതെ അല്ലേ? അപ്പൊ അവിടെയാണ് ഒരു ചോദ്യം. താങ്കളെക്കുറിച്ച് ഞാൻ അറിഞ്ഞ, ഞാൻ ദുബായിൽ വരുമ്പോഴാണ് ഞാൻ താങ്കളെക്കുറിച്ച് കേൾക്കുന്നത്. താങ്കൾ അറിയപ്പെടുന്നത് ഫ്രീ സോൺ മാൻ എന്നാണ്. അതെ അതെ എന്താണ് ഇതിന്റെ പിന്നിൽ? അതായത് ഞങ്ങളെ കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി. 9 വർഷം 25,000 കമ്പനികൾ നമ്മൾ ഇതുവരെ, അതായത് 25,000 ഓൺടർപ്രണേഴ്സിനെ സൃഷ്ടിച്ച കമ്പനിയാണ്. വാവ്, എക്സലന്റ്. 25,000 സംരംഭകരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചത് അത്രയും ട്രേഡ് ലൈസൻസ് താങ്കൾ എടുത്തു കൊടുത്തിട്ടുണ്ട് എടുത്തു കൊടുത്ത. ഈ ചെറിയ കാലയളവിൽ. അതെ ഈ 25,000 പേരിൽ 20 മലയാളികളുണ്ടോ? ഏകദേശം 60% മലയാളികളാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രീ സോൺ കമ്പനികളാണ്. ഓക്കെ. ഫ്രീ സോൺ കമ്പനിയിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ഫ്രീ സോൺ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രീ സോണിൻ്റെ ഒരു സജഷനാണ്, അല്ലെങ്കിൽ അവരൊരു ഗിഫ്റ്റാണ് എനിക്ക് ഈ ഫ്രീ സോൺ മാൻ എന്ന് പറയുന്ന ഒരു അപ്പൊ അവാർഡ്. സ്വയം ഇട്ട പേരല്ല, അല്ല അവര് തന്ന പേരാണ്. അതെ അതെ അത് അതെ. ശരി. അത് ഏത് യുഎയിലെ ഫ്രീ ഒരു സോണാണ്? ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീ സോൺ ആണ് എനിക്ക് ഈ ഫ്രീ സോൺ മാൻ എന്നുള്ള ഇത് ടാഗ് ലൈൻ എനിക്ക് വളരെ സമ്മാനിക്കുന്നത്. സന്തോഷം. ഒരു താങ്ക് യു. അഭിമാനിക്കാവുന്ന കാര്യമാണ് നമുക്ക് ദുബായിൽ ഒരു ഫ്രീ സോൺ മാൻ ഉണ്ടെന്നുള്ളതിൽ. അതെ പക്ഷെ താങ്കൾ ആ ഒരു ബിസിനസ് തുടങ്ങുന്ന ഫ്രീ സോൺ, അതായത് ഇതിലേക്ക് അതെ. വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങിയത് 3 പേര് വെച്ച്, ഇത് എന്താ പറയാ, ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. ആ തുടങ്ങുന്ന സമയത്ത് 75,000 എന്ന് പറയുന്നത് ചെറുതല്ല അന്ന്. അതെ അന്നത്തെ സമയത്ത് അതൊരു ചെറിയൊരു മീൻസ് അന്ന് ഒരു ദിറംസിന് 14-15 അതേ ഉള്ളൂ. റുപ്പീസാണ് ഉള്ളത്. 2016 തോന്നുന്നു. അതെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ധാരണ, അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1/3 ഭാഗം ഈ ട്രേഡ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് 25,000, 22,000, 23,000 ദിറംസ് വരും ഒരു മെയിൻലാൻഡിൽ ഒരു ലൈസൻസ് എടുക്കാൻ. അന്ന് മുതലേ ഉള്ള എൻ്റെ ഒരു ചിന്താഗതിയാണ് ഇതിനെങ്ങനെ, അതായത് ഒരാൾക്ക് ക്യാപിറ്റൽ, ഒരു ഒരു ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൻ്റെ അഭാവമാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം ഈ 25,000 എന്നുള്ള ടിക്കറ്റ് സൈസ് എങ്ങനെ ഒരു 10,000-ലേക്കോ അല്ലെങ്കിൽ ഒരു അതിൽ കുറച്ചിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ സോൺസിനായിട്ടൊക്കെ ഇമെയിൽ അയച്ചു, നമ്മൾ സംസാരിച്ചു, പല മീറ്റിങ്ങുകൾ എടുത്തു. ആദ്യമൊന്നും അവർ റെഡി ആയിരുന്നില്ല ഈ പ്രൈസ് കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി, അവർക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായതിന് ശേഷമാണ് ഇപ്പം ആ ടിക്കറ്റ് സൈസ് നമ്മൾ 6,500 ദിറംസിനെ കൊടുക്കുന്നത്. ഇന്ത്യൻ അതായത് റുപ്പീസ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് 1,50,000 റുപ്പീസ് ഉണ്ടെങ്കിൽ, 1,50,000 താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ ഇപ്പോൾ ഒരു ട്രേഡ് ലൈസൻസ് തുടങ്ങാം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, അതിനെല്ലാ ഫെസിലിറ്റി കിട്ടും. അതായത് ജമാഅത്ത് പറഞ്ഞു വരുന്നത് അതെ 1,50,000 രൂപയുണ്ടെങ്കിൽ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഒരു ബിസിനസ് തുടങ്ങാം. ബിസിനസ് തുടങ്ങാം. ലൈസൻസ്, ലൈസൻസ്, ഓഫീസ്. ബാങ്ക് അക്കൗണ്ട്, ഓഫീസ് വേണ്ടപ്പം, അതായത് യു എയുടെ ഇപ്പോഴത്തെ പുതിയ നിയമം പ്രകാരം ഒരു വെർച്വൽ ഓഫീസ് മതി നിങ്ങൾക്ക് നമുക്ക് അഡ്രസ് ബിസിനസ് ഉണ്ടാവും. തുടങ്ങാൻ. അഡ്രസ്സ് ഉണ്ടാവും, അതിനുള്ള ഡോക്യുമെന്റേഷനും ഉണ്ടാവും. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വെച്ച് ബാങ്ക് അക്കൗണ്ടോ മറ്റെന്തിനും, ഇപ്പം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഫോണിന്റെ കണക്ഷൻ എടുക്കണമെങ്കിൽ, മറ്റെല്ലാ സൗകര്യത്തിനും നിങ്ങൾക്കുള്ള ഡോക്യുമെന്റേഷൻ ഈ നമുക്ക് റെന്റ് 6,000 കൊടുക്കണ്ട. അപ്പോൾ റെന്റ് നിങ്ങൾ കൊടുക്കണ്ട. 1, 2, 3, 4 വർഷം റെന്റ് നമുക്ക് കൊടുക്കണ്ട. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട 1,50,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാം. വിസ വേണമെങ്കിൽ വിസയുടെ കോസ്റ്റും കൂടെ കൊടുക്കണം. അതായത് നമുക്ക് ഒരാൾക്ക് അതിന് എക്സ്ട്രാ, എക്സ്ട്രാ അത് എക്സ്ട്രാ എത്ര പേരെ വരാം ഒരു 6,000 ദിറംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം യു എയിൽ ഒരാൾക്ക്? ഒരു അപ്പോൾ ഒരു ഏകദേശം ഒരു 3,00,000 ഒരു രൂപയുണ്ടെങ്കിൽ അപ്പം ഒരു 6,000 ദിറംസ് ട്രേഡ് ലൈസൻസിനും ഒരു 6,000 ദിറംസ് നിങ്ങൾക്ക് വിസയ്ക്കും കൊടുത്താൽ നിങ്ങൾക്ക് വിസയും ലൈസൻസും കിട്ടി, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, ബാക്കി എന്ത് ബിസിനസ്സും വേണമെങ്കിലും ചെയ്യാം. ട്രേഡിംഗ് ആയിക്കോട്ടെ, ജനറൽ ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇവൻ്റ് ആയിക്കോട്ടെ, മീഡിയ ഇതായിക്കോട്ടെ, ഈ മറ്റു പല ബിസിനസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ തുടങ്ങാം. വണ്ടർഫുൾ. ഓക്കെ. ആ സേവനം താങ്കൾ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പം യു എയിൽ നമ്മൾക്ക് 5 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ഓഫീസുണ്ട്. യു എയുടെ പുറമേ നമുക്ക് ലണ്ടനിൽ ഓഫീസുണ്ട്. വെരി ഗുഡ്. ലണ്ടനിൽ ഫിസിക്കൽ ഓഫീസുണ്ട്, അവിടെ ആൾക്കാർ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറമെ നമ്മളെ പുതിയ ഒരു ഇനീഷ്യേറ്റീവാണ്, നമ്മൾ കൊച്ചിയിൽ നമ്മളിവിടെ അപ്പോൾ ഓഫീസ് ഇത്രയധികം ഓഫീസുകളും 186 എംപ്ലോയീസുമായി കഴിഞ്ഞു അതെ അല്ലേ? ജമ, അതുപോലെ തന്നെ യു എയിലേക്ക് ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണോ അതോ തുടങ്ങിയാൽ പ്രശ്നമാണോ? യു എയിൽ എപ്പോഴും ബിസിനസ് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. അതായത് യു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 വർഷം മുമ്പൊക്കെ ചിന്തിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ തന്നെ മിഷൻ 2040 എന്ന് ഷെയ്ഖ് മുഹമ്മദ് തന്നെ പറയുന്നത്. അതായത് ഈ 2040 അവരെന്താണോ പ്ലാൻ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ. ഇപ്പോൾ യു എയിലേക്ക് എല്ലാ കാലവും ഇപ്പോൾ യു എയിലെ ഗവൺമെൻറ് ബിസിനസ്സിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം അതിലെ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടാക്സ് ഹെവൻ കൺട്രിയാണ് യു എയിലേക്ക്. എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാലും
ഇന്ത്യയുടെ പോലെ അല്ലെങ്കിൽ യൂറോപ്പിനെ പോലെ യു എസിനെ പോലെ ടാക്സോ മറ്റോ IT എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ സംഭവം അവർ ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ആകെ വാറ്റാണ് വന്നത്. വാറ്റ് ആണുള്ളത്, അത് 5% വാറ്റ് ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, അവർ ഇതാക്കിയിട്ടുള്ളത് 9% ആണ്. അതിനും ബ്രാക്കറ്റ് ഉണ്ട്. 3 മില്യൻ്റെ മുകളിൽ എക്സസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് 3 വർഷം കൺസെക്ഷൻ, ഐ മീൻ ഇതിന് ഡിസ്കൗണ്ട്സ് ഉണ്ട്. പല കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ UAE എന്നും ബിസിനസ്സുകാരുടെ ഒരു ഡ്രീം പ്ലേസ് ആണ്. അത് എന്നും, അന്നും ഇന്നും ഇനി ഇനി വരാനിരിക്കുന്ന വരാനിരിക്കുന്നത് അങ്ങനെ കാലത്തും. തന്നെയാണ്. ജവാദ് ഭായ്, അവിടെയാണ് അതെ നമ്മുടെ മലയാളികൾ അവിടെ നിരവധി പേർ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. ഏത് മേഖലയിലാണ് ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് താങ്കൾ സജസ്റ്റ് ചെയ്യാം? ഞാൻ എപ്പോഴും പറയാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു എയിൽ എന്നല്ല, ലോകത്തിലെവിടെയും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തിലാണോ എക്സ്പേർട്ട്. അതായത് ചില ആൾക്കാർ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും. അവർ സെയിൽസാണ് അവർ ചെയ്യേണ്ടത്. അവർ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നത്, ഇപ്പം ഞാൻ ഒരു 10 വർഷമായി ഈ ഫീൽഡിലുള്ളത്. അപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എമിറേറ്റ്സ് ഫസ്റ്റിൻ്റെ വേറൊരു സർവീസുണ്ട്, മാർക്കറ്റിംഗ് സ്റ്റഡീസ്, ഫീസിബിലിറ്റി സ്റ്റഡീസൊക്കെ. അപ്പം ആൾക്കാർ വരിക, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ള, അതായത് പണ്ടൊക്കെ ആൾക്കാർ പ്രോജക്റ്റ് ഉണ്ടാക്കി അത് ഫീസിബിൾ ആണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിക്ക് ചെക്ക് ചെയ്തിട്ടാണോ ഒരാൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു 2 വ്യത്യാസമുണ്ട്. അപ്പം ആൾക്കാർക്ക് ഒരു പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിലുള്ള ഭയങ്കര അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേൾഡിൽ എവിടെ പോയി തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ എന്തിലാണോ സ്മാർട്ടായിട്ടുള്ളത് അതിലായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വേറൊരു പ്രോജക്റ്റ് വേറൊരാൾ ചെയ്ത് സക്സസ് ആയി അത് ഞാൻ ചെയ്യുക, അത് മലയാളികളുടെ ഒരു പ്രവണതയാണ്. സോ അതിലേക്ക് കടക്കാണ്ട് നിങ്ങൾ സ്മാർട്ടായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പം എത്രയും പെട്ടെന്ന് ആ സക്സസ് റേഷ്യോ പെട്ടെന്നാവും. അതാ ഞാൻ പറഞ്ഞത്. പൊതുവേ മലയാളികൾ അവിടെ വിജയിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ ഒബ്സർവേഷനിൽ എന്തുകൊണ്ടാണ് സംരംഭകർ ദുബായിൽ അല്ലെങ്കിൽ ഈ UAE വന്ന് പരാജയപ്പെടുന്നതിനുള്ള മേജർ കാരണങ്ങൾ എന്താണ്? വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും ഗൈഡ് ലൈൻസും ഇല്ലാത്തതാണ് പരാജയത്തിൻ്റെ ഒരു കാരണം. അതായത് UAE മാർക്കറ്റ് എന്താണ്, UAE മാർക്കറ്റിൽ ചില പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് തുടങ്ങേണ്ട ഒരു ഏരിയ ഓഫ് ഇതുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും. അതിന് നല്ലൊരു കൺസൾട്ടൻസി നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. പിന്നെ അവരുടെ UAE ഗവൺമെൻറ്റിൻ്റെ പല റൂൾസുകളും പല എന്താ പറയുക വേവ് ഓപ്സുകൾ പല കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ, ലാക്ക് ഓഫ് ഇൻഫർമേഷൻസ് വേറൊരു ഘടകമാണ്. പിന്നെ ഈ മൊത്തത്തിൽ ഒരു ബിസിനസ് പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആളുടെ ഫോക്കസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ദെയർ ബിസിനസ് നന്നായി പഠിക്കാതെയാണ് ഇവർ അതെ, ഇറങ്ങുന്നത്. ആൾക്കാരുടെ ഒരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻസും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പരാജയപ്പെടുന്നത്. ഇപ്പം UAE തന്നെ, ഇപ്പം UAEയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം 2020 എടുത്ത ലൈസൻസ് 2021 റിന്യൂവൽ റേഷ്യോ 40% പക്ഷേ ഇപ്പോൾ 2024 2025 വന്നപ്പോൾ 67% റിന്യൂവൽ റേഷ്യോ ഉണ്ട്. അതിൻ്റെ അർത്ഥം ആൾക്കാരുടെ ബിസിനസ് എന്താ പറയുക സസ്റ്റെയിൻ ചെയ്യുന്നത് കൂടുതലായി എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ബിസിനസ് തുടങ്ങി സക്സസ് ആവുന്നതിൻ്റെ 1/3 സമയം മതി UAEയിൽ ബിസിനസ് സക്സസ് ആവാൻ. ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്? വെറുതെ ലൈസൻസ് മാത്രം എടുത്താൽ മതി നമുക്ക്? സാധാരണ രീതിയിലുള്ള ഒരു 70% ആക്ടിവിറ്റികൾക്കൊന്നും എക്സ്ട്രാ വേറെ സർവീസസ് ഒന്നും വേണ്ട. ഇപ്പോൾ ട്രേഡിംഗ് ലൈസൻസ്, ജനറൽ ട്രേഡിംഗ് ലൈസൻസ്, അതേമാതിരി നോർമൽ കഫ്റ്റീരിയ, കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്സ്, ഇവൻറ്റ്, ഇതിനൊന്നും നിങ്ങൾക്ക് വേറെ ഒരു പെർമിഷനോ വേണ്ട. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ്, അതിന് നിങ്ങൾക്ക് റെയർ അപ്രൂവൽ വേണം. അതേമാതിരി സിവിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതിന് നിങ്ങൾ സിവിൽ ഡിഫൻസിൻ്റെ അപ്രൂവലാണ്. ടെക്നിക്കൽ സർവീസസ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിംഗ്, കൺസ്ട്രക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവലാണ്. സോ ഓരോ ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ക്രിപ്റ്റോ കാണുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു മിനിസ്ട്രി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ. അതായത് വെർച്വൽ അസറ്റിൻ്റെ അപ്രൂവൽസിന് കാര്യങ്ങൾക്ക്. അതേമാതിരി AI റോബോട്ടിക്സ് കാണുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു മിനിസ്ട്രി, അതിൻ്റെയൊക്കെ അപ്രൂവൽസ് വേണം. ഇപ്പോൾ റോബോട്ടിക്സ്, AI, പുതിയ ടെക്നോളജി, ഒരു ട്രേഡിങ്ങും സർവീസസിനും ഒന്നും ഇതിൻ്റെ ഒന്നും ആവശ്യം. അതായത് 70% ബിസിനസ്സുകൾക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിന് സ്പെഷ്യൽ അപ്രൂവൽ വേണ്ട. ആൾക്കാർ ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ തുടങ്ങുന്നത് സൂപ്പർ മാർക്കറ്റ്, കോഫി ഷോപ്പ്, ഇമ്പോർട്ട് ഫോർ റീ എക്സ്പോർട്ട്സ്, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുക. അതേമാതിരി അങ്ങനത്തെ ഒരു കമ്പനികൾക്കും ഒരു ഇതും വേണ്ട. ജസ്റ്റ് ട്രേഡ് ലൈസൻസ് തുടങ്ങുക, പിറ്റേന്ന് ബിസിനസ് തുടങ്ങും. അതുപോലെ തന്നെ ഈ വേലിയേറ്റമുണ്ട് വേലിയിറക്കമുണ്ടെന്ന് പറയുന്ന പോലെ
ദുബായിക്ക് ഒരു ട്രെൻഡുണ്ട്. ഉം. കുറേ വർഷം കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് അടിച്ചു പോകുന്ന പോലെ നേരെ താഴോട്ട് വരുന്ന കാണാം. ഒരു റിസഷൻ, ഒരു അതെ, അതെ. ഒരു സൈക്കിളുണ്ട് അതിന്. അത് ശരിക്കും സംരംഭകരെ ബാധിക്കുമോ? അതിൻ്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലോകത്തിലെ എല്ലാ ഭാഗത്തും റിസഷൻസ് എഫക്റ്റ് എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ദുബായ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അവരൊരു 20 വർഷത്തെ അപ്പോഴത്തേക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് കാണുക. അവരുടെ ഒരു ഗ്രോത്ത്, ഒരു വിഷൻ, ഒരു ഷെയ്ഖ് മുഹമ്മദ് തന്നെ 40 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബിസിനസ്സിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, അവരുടെ ഇൻഫർമേഷൻസ് ഉണ്ടാവും, സപ്പോർട്ട്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും. ഒരു അപ്പോൾ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. യു എയിൽ ബിസിനസ്സുകാർക്ക് ഇപ്പം അതായത് പല ഷെയ്ഖുമാരും ഡയറക്റ്റായിട്ട് അവരുടെ സക്സസ്ഫുൾ ബിസിനസ്സുകാരെ വിളിച്ച് ഡിന്നേഴ്സ് കൊടുക്കുക. ഇന്ത്യയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിലെവിടെയും കണ്ടിട്ടില്ല. പല ഷെയ്ഖുമാരെ വീട്ടിലേക്ക് ഈ പല ബിസിനസ്സുകാരുടെ ഓൺടർപ്രണേഴ്സിനെയും വിളിച്ച് ഡിന്നേഴ്സ് കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പേഴ്സണലി അറിഞ്ഞ് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം യു എയിലുണ്ട്. സോ അതൊക്കെ തന്നെ ആൾക്കാരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ വേൾഡിൽ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ തീർച്ചയായും. ഒരുപാട് രാജ്യത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഓൺടർപ്രണേഴ്സിനെ കാണുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് ബിസിനസ്സിനെ വളർത്താൻ പഠിക്കാൻ എന്താ പറയുക ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കൺട്രി ലോകത്തില്ല. ഞാൻ തീർച്ചയായും. എപ്പോഴും പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ആൾക്കാർ വിസക്ക് കാത്തു നിൽക്കും, ഈവൻ ബിസിനസ്സിന് ലൈസൻസ് കിട്ടാൻ കാത്തു നിന്ന് അവിടെ പോയി അവിടെ വിസ കിട്ടി അവിടെ മാർക്കറ്റ് പഠിച്ച് സക്സസ്ഫുൾ ആവുന്നതിൻ്റെ 1/3 സമയം അത് യു എയിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. യു എയിലൊക്കെ ഒരു വിസിറ്റിംഗ് വിസ എടുത്താൽ നാളെ നിങ്ങൾക്ക് യു എയിൽ വന്ന് ലൈസൻസ് എടുക്കാം. എന്തുകൊണ്ട് ആൾക്കാർ ഇത് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു. വളരെ ഫാസ്റ്റും പ്രൊവാക്റ്റീവ് ആണ്. അത് തന്നെയാണ് ആ ഭരണകൂടത്തിന്. അതെ. അത് തന്നെയാണ് അടുത്ത ചോദ്യം. ലോകത്ത് ഏത് രാജ്യങ്ങളെടുത്താലും നമ്മളിതടക്കം ഭരണകൂടങ്ങൾ ഇത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചാലും അതെ. എതിർക്കുന്നത് 50-50 ആയിരിക്കാം. കുറേ പേർ അനുകൂലിക്കുമ്പോൾ കുറേ പേർ അതിനെ എതിർക്കുന്നുമുണ്ട്. അതെ, എല്ലായിടത്തും അങ്ങനെ തന്നെ. തീർച്ചയായും. പക്ഷേ ഞാൻ യു എയിൽ റെഗുലറായിട്ടും എല്ലാ മാസവും തന്നെ വരുന്നൊരു സ്ഥലമാണ്. അവിടെ ഞാനൊരു പ്രത്യേകം ശ്രദ്ധിച്ചത് ആ ഭരണകൂടത്തോടും ആ രാജഭരണത്തോടും ഡെമോക്രസി പോലുമല്ല. അതെ, അതെ, അതെ. പക്ഷെ ആ രാജഭരണത്തോട് കൂറും സ്നേഹവും ബഹുമാനവും എന്നും അവരെക്കുറിച്ച് മെച്ചോറിറ്റി ആൾക്കാരും തന്നെ അല്ലെങ്കിൽ എല്ലാവരും തന്നെ നല്ലതാണ് പറയുന്നത്, മലയാളികളടക്കം. അതെ. എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? അത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അവരാരും രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും രാജകൊട്ടാരത്തിൽ പറയും നമ്മളെ കൂടെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷെയ്ഖ് മുഹമ്മദ് റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്, സൂപ്പർ മാർക്കറ്റിൽ പോയി സൂപ്പർ സാധനം മാർക്കറ്റിൽ പോയി വാങ്ങുന്നത്. സാധനം വാങ്ങി നമ്മളെ കൂടെയാണുള്ളത്. അവർ നമ്മളെ ഹൃദയത്തിലാണുള്ളത്. നമ്മളെ ഹൃദയത്തിൽ അതുകൊണ്ട് തന്നെ വേറെ ഒരു കഥയ്ക്കും അവർ ഇന്ന് എന്താണോ അത് ആ കാര്യങ്ങൾ പോയി ജീവിച്ചു പോകുക. ആൾക്കാർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വേറൊരു രീതിയിലും ഇവരെ കാണാൻ പറ്റൂല. ലണ്ടനിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു വീഡിയോ വൈറലായത് ഷെയ്ഖ് മുഹമ്മദ് ലണ്ടനിൽ പോയിട്ട് ഹൈറോഡ്സിലൂടെ നടക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഇങ്ങനെ ഇന്ത്യയിലോ നിങ്ങൾ മറ്റേത് രാജ്യത്തോ പറ്റില്ല. ഭരണകൂടങ്ങൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അതാണ് എളിമയുള്ള ഒരു ഭരണകൂടം. എളിമയോടുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ടാക്സ് കാര്യങ്ങൾ, അവരുടെ വിഷൻ വേറെ തന്നെ ഒരു ആംഗിളിലാണ്. ഇപ്പം യു എയിൽ ബിസിനസ് ചെയ്യാൻ വരുന്നപ്പം യൂറോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം യു എയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യു എയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മണി, അവരുടെ പൈസ തന്നെ യു കെയിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ടാക്സ് കൊടുത്തിട്ടായിരിക്കണം അവരൊരു കാർ വാങ്ങേണ്ടത്, അത്രയും ടാക്സ് കൊടുത്തിട്ട് അവർ വീട് വരും. ഇൻ ദുബായിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു കാർ വാങ്ങി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് വലിയ ലക്ഷറി കാർസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കാറുകളല്ല, അൾട്രാ ലക്ഷറി കാർസ് അത്രയും ടാക്സ് കൊടുത്തിട്ട് അവർ ഓടിക്കേണ്ട ഒരു കാറ്. ഇപ്പോൾ ഈവൻ സിംഗപ്പൂരിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് അത്രയും വലിയ ടാക്സ്. യു എയിലാണെന്നുണ്ടെങ്കിൽ 5% വാറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഈവൻ അൾട്രാ ബുക്കാഡി വരെ ചെറിയൊരു പ്രൈസിന് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതാണ് തന്നെയാണ് ലോകത്തിന്റെ കണ്ണ് മുഴുവൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് വന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഞാൻ ഭായി, പൊതുവേ ലോകം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യങ്ങളുടെ പേരിലൊക്കെ തമ്മിലടിക്കുന്ന സമയത്താണ് ദുബായിൽ ഞാൻ എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്രായം തൊട്ട് ഞാൻ അവിടെ വരുന്നുണ്ട്. ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല, അല്ലെങ്കിൽ തമ്മിലടിക്കുന്നില്ല. നീ ഇന്ത്യക്കാരൻ, നീ ബംഗ്ലാദേശി, പാകിസ്ഥാനി, നീ യൂറോപ്പ് എന്നുള്ള രീതിയിലുള്ള എല്ലാവരും ഒരുമയോടുകൂടി ജോലി ചെയ്യുന്നുണ്ട് ബഹുഭൂരിപക്ഷം പേരും. എന്തായിരിക്കാം താങ്കളുടെ ഒബ്സർവേഷൻ അതിന് കാരണം? സത്യത്തിൽ അതിന് സമയമില്ല എന്നുള്ളത് ആർക്കും. എല്ലാവരും അവരുടെ ബിസിയിലാണ്. പിന്നെ ഇന്ത്യനെ പോലുള്ള രാജ്യത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം. അതായത് അവിടുത്തെ ഭരണകൂടം നമ്മളോട് തന്നെ ബിസിനസ്സുകാരോട് തന്നെ
അതായത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റിയാണ്. അതായത് നിങ്ങളുടെ കമ്പനിയിൽ 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 50%, അതായത് 20% നിങ്ങൾക്ക് ഒരു രാജ്യത്തുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യക്കാരുണ്ടാവും, പാകിസ്ഥാനികളുണ്ടാവും, ബംഗ്ലാദേശികളുണ്ടാവും, ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ടാവും. പല രാജ്യത്തുള്ള ആൾക്കാരെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കമ്പനി സി കാറ്റഗറിയിൽ നിന്ന് ബി കാറ്റഗറിയിൽ മാറുള്ളൂ. അതായത് സി കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ പ്രൈസസ് കൂടുതലാണ്. ബി കാറ്റഗറിയിലേക്ക് മാറുന്ന സമയത്ത് വിസ ചാർജസ് കുറയും. സോ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സുകൾ നിങ്ങൾ ഇത്രയും മൾട്ടിപ്പിൾ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു രാജ്യം, ഒരു രാജ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഒരു കളറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ ആൾക്കാരെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ആ രാജ്യത്തിരിക്കുമ്പോൾ ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നമുക്കതിന് തീർച്ചയായിട്ടും എനിക്കെന്നുള്ളതല്ല, യു എയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും അങ്ങനെ കാണാൻ പറ്റില്ല. താങ്കളുടെ സ്ഥാപനത്തിൽ എത്ര പേർ? 156 പേരുണ്ട്. 156 ഇത് ഏതൊക്കെ രാജ്യങ്ങളിലുള്ളത്? എൻ്റെ കമ്പനിയിൽ പാകിസ്ഥാനികളുണ്ട്, ഫിലിപ്പിനോസ് ഉണ്ട്, ഈവൻ ബംഗ്ലാദേശികളുണ്ട്, ആഫ്രിക്കക്കാരുണ്ട് എൻ്റെ കൂടെ. ഇപ്പം നമ്മൾ യൂറോപ്യൻസിനും കൂടെ ഹയർ ചെയ്ത്, ഇപ്പോൾ പുതിയ നമ്മുടെ ഒരു ഓഫീസ് വരുന്നത് ബർഷയിലാണ്. നമ്മൾ യൂറോപ്യൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂറോപ്യൻസും അമേരിക്കൻസും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓഫീസിൽ. സോ ആ രീതിയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പിന്നെയും ബാക്കി വരുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുടെ അവർ ചെയ്തു വച്ചിട്ടുള്ള ഒരു പ്രോട്ടോക്കോളിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പലതും പല വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ആൾക്കാരെ വേർതിരിച്ച് കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ആ ഭരണകൂടത്തോട്ട് അവിടെയുള്ളവർക്ക് വളരെയധികം ബഹുമാനം തോന്നാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഒരു ചോദ്യം, താങ്കൾ 25,000 സംരംഭകരെ ആ ബിസിനസ് തുടങ്ങാൻ സഹായിച്ച ഒരാളാണ്. ഒരു ട്രേഡ് ലൈസൻസ് ലഭിക്കാൻ എത്ര ദിവസം വേണ്ടി വരും? 2 ദിവസം കൊണ്ട് ട്രേഡ് ലൈസൻസ് കിട്ടും. 2 ദിവസം? അതെ. നിങ്ങൾ മെയിൻ ലാൻഡിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ ലൈസൻസ് കിട്ടും. വാവ്. 2 ദിവസത്തിൻ്റെ ലൈസൻസ് ഞാൻ പറഞ്ഞ നേരത്തെ 1.5 ലക്ഷം റുപ്പീസിൻ്റെ ലൈസൻസ് നിങ്ങൾക്ക് ഫ്രീ സോണുകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയാണോ? ബാങ്ക് അക്കൗണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് വിസ കിട്ടും. മെയിൻലാൻഡിലാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ വിസ കിട്ടും, ലൈസൻസ് കിട്ടും. 2-ാമത്തെ ദിവസം വിസ കിട്ടും. ഇത്രയും ഫാസ്റ്റ് ആയിട്ടാണ്. ഇപ്പം നിങ്ങൾ ഇന്നലെ വായിച്ചിട്ടുണ്ടാവും ജൈടെക്സ് എന്ന് പറഞ്ഞുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൈടെക്സിൽ പുതിയ ടെക്നോളജി അവർ ഇംപ്ലിമെൻ്റ് ചെയ്തത് 7 മിനിറ്റിൽ ലൈസൻസ് കൊടുക്കാനുള്ളത്. 7 മിനിറ്റ്. അതായത് ഒരു കോപ്പി പ്രിന്റ് ചെയ്യാനുള്ള സമയമാണ് ലൈസൻസിൻ്റെ 7 മിനിറ്റ് ഏകദേശം. അതായത് കൊടുത്തു, അതിൻ്റെ ഇതൊക്കെ ലേഔട്ടൊക്കെ റെഡിയാക്കി പ്രിന്റ് ചെയ്യാനുള്ള സമയം 7 മിനിറ്റ്. ആ 7 മിനിറ്റിൽ നിങ്ങൾക്ക് ലൈസൻസ് പ്രിന്റ് ചെയ്യാമെന്ന് പറയുന്നത് യു. ഇത് വലിയൊരു വാർത്തയായത് എന്തല്ല, 7 മിനിറ്റിൽ ഒരു ലൈസൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല എന്നുള്ള ലോകത്തുണ്ടാവില്ല. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആൻഡ് പ്രൊആക്റ്റീവ് ആണ്. അതെ. ജമാദ് ഭായ്, താങ്കൾ നാട്ടിലുമുണ്ട്, അതുപോലെ തന്നെ ദുബായിൽ ബിസിനസ് സെറ്റിൽ ആയ ഒരാളാണ്. അതെ. നമ്മുടെ ഈ നാട്ടിലെ സംരംഭകരും അവിടെ ബിസിനസ് ചെയ്യുന്നവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംരംഭം തുടങ്ങുകയാണെങ്കിലും അതിനൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. ഭയങ്കര സ്ട്രഗിളാണ്. ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ, രജിസ്ട്രേഷൻ ഫോർമാലിറ്റി ലൈസൻസ് കിട്ടാൻ ഇവിടെ ആൾക്കാർ ഹയർ ചെയ്ത് ഉടനെ തന്നെ പോകും. അവിടെ വിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ റിസൈൻ ചെയ്ത് പോകുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഇവിടെ ആര് എപ്പം നിൽക്കും എന്ന് പോകുന്നൊന്നും ഒരു സംഭവം പറ്റില്ല. അപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ ഇവിടെ അത്രയും സ്ട്രഗിളിങ് ഉണ്ട്. വിജയിപ്പിക്കാൻ അതിനേക്കാൾ വിജയിപ്പിച്ച് അതൊരു പ്രോഫിറ്റബിൾ സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ യു എയിൽ അങ്ങനെയല്ല. യു എയിൽ ഭയങ്കര ഈസിയാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ബിസിനസ്സുകാർ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് അധ്വാനിച്ച് ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ യു എയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും അവർക്ക്. ഇവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അവിടെ ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് അവർക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ജമാദ് ഭായ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞു യൂറോപ്പിൽ, അതായത് താങ്കൾ യു കെയിൽ തുടങ്ങി. യു കെയിൽ തുടങ്ങി മിഡിൽ ഈസ്റ്റ് മുഴുവൻ താങ്കളുടെ സേവനങ്ങൾ 25,000 സംരംഭകരെ സൃഷ്ടിച്ച് റെക്കോർഡ് താങ്കളുടെ പേരിലാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഭാവി പരിപാടികൾ എന്താ? ഭാവിയിൽ നമുക്ക് 2 പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ കൊച്ചിയിലുള്ളത്. യു എയിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ് എമിറേറ്റ്സ് ഫസ്റ്റ്. അതിൻ്റെ ഒരു ഇന്ത്യൻ ഓപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മൾ ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി ലീഡിങ് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ നിന്ന് യു എയിൽ ഇനി ആൾക്കാർക്ക് ട്രേഡ് ലൈസൻസ് എടുക്കാൻ വരണ്ട, അവിടെ പോകണ്ട, യു എയിൽ വരണ്ട. പല ആൾക്കാരുടെ ബുദ്ധിമുട്ടാണ് യു എയിൽ വന്ന് താമസിച്ച് ട്രേഡ് ലൈസൻസ് എടുത്ത് പിന്നെയും തിരിച്ചു വരിക. പിന്നെയും ഇത് നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും.
കൊച്ചിയിൽ വന്നാൽ മതി. അതെ. ജമാഅത്ത് ഭായിയുടെ ആൾക്കാർ അവിടെ ഉണ്ട്. ബയോമെട്രിക്സും അവരുടെ എന്താ പറയാ KYC ചെയ്യാനുള്ള ബൂത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസിലുണ്ടാവും. ആ. നമ്മൾ ഓഫീസിൽ വരിക, ട്രേഡ് ലൈസൻസ് എടുക്കുക, വിസയും നമ്മൾ അവിടെ നിന്ന് കൊടുക്കും. ഈ പറഞ്ഞ 1.5 ലക്ഷം രൂപ മുടക്കി വിസ ഈ എടുക്കുക, പറയുന്ന അതെ, ഒരു ലൈസൻസ് എടുക്കുക, വിസയും നമ്മൾ അവിടെ നിന്ന് കൊടുക്കുക. ആ വിസയിൽ UAE വരാം. അപ്പൊ ഈ പറഞ്ഞ 1.5 ലക്ഷം രൂപ താങ്കളുടെ മറ്റേ ഇതിന്റെ അതെ. രജിസ്ട്രേഷൻ ഫീസും രജിസ്ട്രേഷൻ വിസയുടെ ഒരു 1.5 വിസയുടെ ലക്ഷം. കോസ്റ്റും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്ക് വിസ അടക്കം കൊടുത്ത് ദുബായിൽ വരിക. ആളുടെ മെഡിക്കൽ കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ മെഡിക്കൽ നമ്മൾ അത് അവിടെ ഓഫീസിൽ ചെന്നിട്ട് സപ്പോർട്ട് ചെയ്യും. കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ വന്ന് പോയി കളിക്കാനുള്ള ബാങ്ക് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടിന്റെ ഫെസിലിറ്റി ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കും. ബാങ്ക് അക്കൗണ്ടിന്റെ ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഫില്ല് ചെയ്യും. ചെക്ക് ബുക്കും അവരുടെ എന്താ പറയുക കാർഡും മറ്റു കാര്യങ്ങളൊക്കെ അവർ അവിടെ പോയി കളക്ട് അപ്പൊ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു വെർച്വൽ ഓഫീസ് നമുക്ക് അതെ. ഏതെങ്കിലും ഫ്രീ സോണിലായിരിക്കും ഇത് ചെയ്യുന്നത് അത് അല്ലേ? ഇത് പല ഫ്രീ സോണുകളുണ്ട്. UAE മേജർ ആയിട്ടുള്ള 5 ഫ്രീ സോണിന്റെ അപ്രൂവലാണ് എവിടെയൊക്കെയാണ് ഈ ഫ്രീ സോൺ ഉള്ളത്? ഇത് UAE തന്നെ മേജർ ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ മെയ്ദാൻ ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE നമ്പർ 1 ഫ്രീ സോണിൽ ഒന്നാണ്. രണ്ടാമത്തെ റാസൽ ഖൈമ ഫ്രീ സോൺ ആണ്. അജ്മാൻ ഫ്രീ സോൺ ഉണ്ട്. പിന്നെ ഷാർജയിലെ മീഡിയ സിറ്റി ഫ്രീ സോൺ ഉണ്ട്. പിന്നെ ദുബായിൽ തന്നെ വേറൊരു ലേറ്റസ്റ്റ് ഫ്രീ സോൺ ടെക്നിക്കൽ AI ടെക്നിക് ഇതൊക്കെ ഉള്ള ഒരു ഫ്രീ സോൺ ആണ് ദുബായ് സൗത്ത് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ ഡെവലപ്പ് ആയിട്ട് വരുന്നത് ദുബായ് സൗത്ത് ആണ്. അതിലൊരു ഫ്രീ സോൺ ആണ്. ഈ 5 ഫ്രീ സോൺസ് ആണ് നമ്മളിപ്പം കൊച്ചിയിൽ സേവനം സേവനം കൊടുക്കുന്നത്. കൊടുക്കുന്നത്. അപ്പൊ ഇനി ആരും ദുബായിക്ക് പോകണ്ട, കൊച്ചിയിൽ ജമാഅത്ത് ഭായിയുടെ കൊച്ചിയിൽ ഇരുന്നു കൊണ്ട് ദുബായിലെ ബിസിനസ് തുടങ്ങാം, വെർച്വൽ ബിസിനസ് തുടങ്ങാം. പല ആൾക്കാരും, അതായത് ഇപ്പം ഇന്റർനാഷണൽ ട്രേഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പം എനിക്ക് സത്യത്തിൽ പറയാൻ അറിയില്ല, പറയാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. അപ്പം US താരിഫ് ഇന്ത്യൻസിന്, ചൈന കമ്പനി 250 താരിഫ്. ഇതെങ്ങനെയാണ് ആൾക്കാർ ടാക്കിൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UAE പോർട്ടിൽ റീപാക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് UAE വരും, റീപാക്ക് ചെയ്യും, മെയ്ഡ് ഇൻ ദുബായിക്കും ചേംബർ ഓഫ് കൊമേഴ്സ് സർട്ടിഫിക്കറ്റ് എടുക്കും, ചൈനയിലേക്ക് അയക്കും. UAE പ്രോഡക്റ്റിന് അവിടെ പ്രശ്നമില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നും സെയിം തന്നെ ആൾക്കാർ ഇതിന് പല സൊല്യൂഷൻ ഉണ്ട്. പല സൊല്യൂഷൻ ഉണ്ട്. ക്രോസ് ട്രേഡിംഗ് എന്ന് പറയും. ക്രോസ് ട്രേഡിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് അമേരിക്കയിലേക്ക് പോകും, ബില്ലിംഗ് ദുബായ് ത്രൂ എടുക്കും. ഇങ്ങനെ പല ഫെസിലിറ്റി ഉണ്ട്. ആൾക്കാരൊക്കെ അത് വെർച്വലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതിനൊക്കെയുള്ള ഫെസിലിറ്റി നമുക്കിപ്പം ഇനി കൊച്ചിയിൽ നിന്നും തുടങ്ങാനുള്ള. അപ്പൊ 25,000 പേരെ താങ്കൾ ദുബായിൽ ഇരുന്ന് ഹെൽപ്പ് ചെയ്തു. മേ ബി ഒരു 25,000 സംരംഭകരെ ഇവിടെ നിന്നും ഹെൽപ്പ് ചെയ്യാനാവും അല്ലേ? തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ പ്ലാൻ. ഒരു 2030 ഒക്കെ ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 50,000 കമ്പനീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ് ആയിട്ട് ചിലപ്പം അതിലും പെട്ടെന്ന് എത്തും ഇൻഷാ അല്ലാ. നിങ്ങൾ കേട്ടു, ജമാദ് എന്ന നമ്മുടെ കോഴിക്കോടുകാരൻ നിരവധി വർഷം മലബാർ ഗോൾഡ് പോലെ നിരവധി സ്ഥാപനങ്ങൾ ജോലി ചെയ്തതിന് ശേഷം ഒരു സംരംഭം തുടങ്ങുന്നു. സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം ഒരു സംരംഭം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് UAE പോയി ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ ലൈസൻസിങ് ഫീ വളരെ അധികമായിരുന്നൊരു കാലത്ത്. എന്നാൽ അദ്ദേഹത്തെ പോലുള്ളവരുടെ പരിശ്രമം കൊണ്ട് അത് വളരെ ചുരുങ്ങിയ തുകയിലാക്കി ഇന്ന് വെർച്വൽ ഓഫീസ്, നമുക്ക് നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ദുബായിൽ ഒരു ഓഫീസ് തുടങ്ങാം. അതിന് നമുക്ക് ഓഫീസിൻ്റെ സ്പേസ് ഒരു വർഷത്തേക്ക് റെൻറ്റ് പോലും ഇല്ലാതെ അലോക്കേറ്റ് ചെയ്തത് വെർച്വൽ ഓഫീസാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വിസ, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. നിരവധി സാധ്യതകളാണ് തുറന്നിടുന്നത് ജമാദ്. ആള് ചെറിയ ആളല്ല, 25,000 സംരംഭകരെ സൃഷ്ടിച്ച സംരംഭകനാണ്. എന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങാൻ സഹായിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ സോൺ മാൻ എന്ന് പറയുന്ന ശ്രീ ജമാദ് നമ്മുടെ ഇന്ന് വേദിയിൽ വന്ന് ദുബായിൽ അല്ലെങ്കിൽ UAE ബിസിനസ് തുടങ്ങാനുള്ള വളരെ എളുപ്പമായിട്ട് തുടങ്ങാമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ജമാദ് ഭായ്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്കളുടെ ഓഫീസ് കാര്യമായിട്ട് വന്നെങ്കിലും ഇന്ന് ഞാൻ ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് കുറച്ച് സമയം ചെലവഴിച്ചത്. വളരെ സന്തോഷമുണ്ട് ഈ സ്പാർക്കിൻ്റെ വേദിയിൽ കണ്ടത്. അതുമാത്രമല്ല, 25,000 പേരെ താങ്കൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അതിനേക്കാളൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വേറൊരു 25,000 പേരെ താങ്കൾക്കൂടെ സൃഷ്ടിക്കാനാവും എന്ന്. അതെൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും താങ്കൾക്കും താങ്കളുടെ സ്ഥാപനത്തിലെ എല്ലാവർക്കും താങ്കളുടെ പുതിയ വെഞ്ചറിനും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.